ഈ യുദ്ധത്തിൽ ആദ്യമായി അമേരിക്കയ്ക്ക് ഒരു വലിയ മേൽക്കൈ വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കൊണ്ടുവന്ന ഉപരോധം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുകയും ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുകയും ചെയ്ത ഒരു വലിയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ഇറാന് വലിയ മേൽക്കൈ ഉണ്ടാവുകയും അതോടൊപ്പം അമേരിക്കയുമായി ഡ്രോണുകൾ വെച്ച് ഫയർ പവറിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഇറാൻ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് കുറേ ദിവസത്തോളം യുദ്ധം പോയത്. ഏപ്രിൽ മാസം 13-ാം തീയതി അമേരിക്കയും ഒരു നേവൽ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചതോടുകൂടി ഇറാൻ വിറ്റുകൊണ്ടിരുന്ന എണ്ണയുടെ യാത്ര പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യം 4-5 ദിവസത്തിനുള്ളിലുണ്ടായി. പ്രശ്നം എന്താണ്? ലോകം മുഴുവൻ ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ ഭീകരമായി ഇറാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഇറാൻ്റെ എണ്ണ സമ്പുഷ്ടീകരണ കേന്ദ്രം, അവിടെ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഖാർഗിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾ ഇത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഖാർഗിൽ നിന്ന് പുതുതായി ഇറാന് ഒരു കപ്പലിൽ പോലും എണ്ണ കയറ്റി അയക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇറാൻ ചെയ്ത് കഴിഞ്ഞ കുറേ ദിവസമായി അവിടുത്തെ ശേഖരണ ടാങ്കുകളിൽ ഇത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാലാവധി ഞാൻ മുമ്പ് ദിവസവും പറഞ്ഞു, അത് തീരാൻ പോവുകയാണ്. അത് 26 2 ദിവസം കൂടി അവർ പഴയ കപ്പൽ വലിച്ചു കൊണ്ടുവന്ന് ആ പഴയ എണ്ണ ടാങ്കറിൽ അതും ഒരു എണ്ണ ശേഖരിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റി 2 ദിവസം കൂടെ നീട്ടിക്കിട്ടി. അങ്ങനെ ഏപ്രിൽ 28 ആകുമ്പോഴേക്കും ഈ ഇറാൻ്റെ കയ്യിലുള്ള എണ്ണ ശേഖരിച്ച് വെക്കാനുള്ള സ്ഥലം മുഴുവൻ അവസാനിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? എണ്ണയുടെ പ്രൊഡക്ഷൻ നിർത്തിവെക്കാം. എണ്ണയുടെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചാലുള്ള കുഴപ്പം, ഇറാൻ്റെ എണ്ണ ഖനനം ചെയ്യുന്ന സ്ഥലത്ത് എന്നേക്കുമായി എണ്ണ ഖനനം ചെയ്യുന്ന സാധ്യതകൾ അത് വല്ലാതെ ബാധിക്കും. അതിൻ്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക പ്രഖ്യാപിച്ച ഒരു ഉപരോധത്തോടു കൂടി എണ്ണ ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുവഴി ഇറാൻ്റെ ഒരു 10-30 വർഷത്തേക്ക് ഇറാൻ്റെ എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യം പോലും തടസ്സപ്പെടും. ഇതാണ് സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിൽ ഇറാനെ കൊണ്ടെത്തിച്ച് നിർത്തിയ ശേഷം, അതുകൊണ്ടാണ് ആദ്യം മുതൽ ഒരു സമാധാന കരാറിന് തൊട്ടടുത്തെത്തുമ്പോഴാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഹോർമൂസ് കടലിലേക്ക് തുറക്കാമെന്ന് ഇറാൻ പറയുന്നു. അമേരിക്ക പെട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ തുറക്കില്ല എന്ന് പറഞ്ഞു. ഈ ഐഡിയ, അതായത് ഈ ബുദ്ധി അമേരിക്കയ്ക്ക് മനസ്സിലായപ്പോഴാണ് അവരത് കടലിലേക്ക് തുറക്കണ്ട എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ നോക്കൂ, കാര്യങ്ങൾ മുഴുവൻ തിരിയുകയാണ്. എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധം പിൻവലിച്ചാൽ ഞങ്ങളും തുറക്കാം എന്ന പഴയ സ്റ്റാൻഡ് തന്നെ ഇറാൻ ആവർത്തിച്ചെങ്കിലും മറ്റൊരു കാര്യം ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇറാൻ്റെ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അതെന്ത് ചെയ്യും? ആ വിഷയം ചർച്ചയ്ക്ക് വരാനേ പാടില്ല എന്ന് പല തവണ പറയുമ്പോഴും സത്യത്തിൽ അണിയറയിൽ അമേരിക്ക ആവശ്യപ്പെടുന്നത് ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അമേരിക്ക ചില നിലപാടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്ക ആ യുറേനിയത്തിൻ്റെ ഒരു പങ്ക് കൂടി, ആ യുറേനിയം ഇറാൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അരാക്ചി പാകിസ്ഥാനിൽ പോകുന്നു, അവിടുന്ന് നേരെ റഷ്യയിൽ പോകുന്നു. പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ, ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് തൽക്കാലം റഷ്യ സൂക്ഷിക്കുന്നു, റഷ്യയുടെ കയ്യിലിരിക്കുന്നു. അതിൽ ഇറാന് വിരോധമില്ല. ഇത് ട്രംപ് സമ്മതിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചുള്ള ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. കാരണം യുറേനിയം ആരുടെയില്ല, അമേരിക്കയുടെ കയ്യിലല്ല പോകുന്നത്. അമേരിക്ക ഇടയ്ക്ക് അവരുടെ ഒരു സൈനികനെ രക്ഷിക്കാൻ, പൈലറ്റ് രക്ഷിക്കാൻ എന്ന് പറഞ്ഞ സത്യത്തിൽ അവരുടെ ഈ സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും അവരുടെ വന്ന പ്ലെയിനുകളൊക്കെ തകർന്നു പോവുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് അമേരിക്കയുടെ കയ്യിലേക്ക് പോകുന്നതിന് പകരം തൽക്കാലം ഞങ്ങൾ റഷ്യയെ ഏൽപ്പിക്കാം എന്ന ഒരു കരാറിലേക്ക്, ഒരു ധാരണയിലേക്ക് പോകുന്നുണ്ട്. അത് ക്രെംലിൻ, അതായത് റഷ്യ അംഗീകരിച്ചു കഴിഞ്ഞു. ഇറാൻ അതിന് എതിർപ്പില്ല. പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളും അതിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ ഒരു ചർച്ചാ പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുകയും അത് സമ്മതിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യും. ആദ്യമായി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇറാൻ്റെ കയ്യിൽ ഒരു സ്ട്രാറ്റജിക് ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നു. ഇറാന് മറ്റു വഴികളില്ല. അതായത് ഹോർമൂസ് കടലിടുക്കും അതിനകത്തെ ചുങ്കം പിരിക്കലുമൊക്കെ അമേരിക്ക അപ്പുറത്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവസാനിച്ചു എന്ന് മാത്രമല്ല, എണ്ണ കുഴിച്ചെടുക്കാനുള്ള അവരുടെ സാധ്യതയെ എണ്ണ തിരിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ട് അടയാൻ പോകുന്നു എന്നൊരു വലിയ ഭയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്. അതൊരു വലിയൊരു സിറ്റുവേഷനാണ്. അതല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് IRGC എന്ന് പറയുന്ന സുപ്രീം കമാൻഡർക്ക് അയത്തുള്ള ഖംനേയിക്ക് ഇപ്പോൾ മുജ്തബ ഖംനേയിയുടെ മാത്രം ഉത്തരവ് അനുസരിക്കുന്ന IRGC എന്തും വരട്ടെ, അത് പോകുന്നെങ്കിൽ പോട്ടെ, യുദ്ധം തന്നെ യുദ്ധം എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ചില കഥകളുണ്ട്, അത് ശരിയാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, ഇറാനകത്തൊരു തർക്കമുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതെന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എണ്ണ സമ്പുഷ്ടീകരണം നിലച്ചു പോയാൽ, എണ്ണ കുഴിച്ചെടുക്കുന്നത് നിലച്ചു പോയാൽ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം ഇറാനുണ്ട്. അതിൽ പിടിച്ചുകൊണ്ട് അമേരിക്ക വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ
ഇറാൻ്റെ കയ്യിലുള്ള യുറേനിയം റഷ്യയെ ഏൽപ്പിച്ചുകൊണ്ട് ഈ വിഷയം തീരാൻ സാധ്യതയുണ്ട്. ഇറാനുള്ള ഗുണം എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. കാരണം കാസ്പിയൻ സീ ആണ് ഇറാനെയും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. കാസ്പിയൻ സീ ഒരു കടലാണെന്ന് പേരെങ്കിലും അതൊരു തടാകമാണ്. വേറെ ആർക്കും അതിലേക്ക് ആക്സസ് ഇല്ല. ഈ റഷ്യയും ഇറാനും തമ്മിലുള്ള ഗതാഗതം മുഴുവൻ വളരെ സുഗമമായി നടക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് ഇത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയിലേക്ക്, ആ ഒരു വിട്ടുവീഴ്ചയിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ചില വിശദമായ ചർച്ച നടക്കുന്നത്. ഈ ഒരു പ്രപ്പോസൽ ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ഇസ്ലാമാബാദിലേക്ക് ആളുകളെ അയക്കാതിരുന്നത്. ഇപ്പോൾ 3 രാജ്യങ്ങളിൽ, ഒന്ന് വാഷിങ്ടണിൽ, മറ്റേത് ക്രെംലിനിൽ, അതുപോലെ തന്നെ ടെഹ്റാനിൽ ഈ ഒരു വിഷയത്തിൽ യുറേനിയത്തിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. അത് അമേരിക്ക അംഗീകരിച്ചാൽ ഈ യുദ്ധം തീരാൻ പോവുകയുമാണ്.